മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ. വളരെ ചെറുപ്രായം മുതൽ തന്നെ അഭിനയ രംഗത്തേക്ക് എത്തിയ താരം നിരവധി സിനിമകളിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നത്. വിവാഹശേഷം പിന്നീട് താരം വലിയൊരു ബ്രേക്ക് എടുത്തിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു നവ്യ നായരുടെ വിവാഹം കഴിഞ്ഞത്. 2010 താരത്തിന്റെ വിവാഹം. സന്തോഷ് മേനോൻ എന്ന മുംബൈയിലെ ബിസിനസ്സുകാരനെയാണ് താരം വിവാഹം കഴിച്ചത്. വിവാഹത്തോടെ സിനിമയിൽ നിന്നും വലിയൊരു ഇടവേളയെടുത്ത താരം പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ ഡാൻസ് മേഖലയിലും സിനിമയിലും എല്ലാം തന്നെ വലിയ സജീവമാണ് താരം. എന്നാൽ ഫാമിലിയുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണം വലിയ വിവാദങ്ങൾക്കിരയായിട്ടുണ്ട് നവ്യ നായർ. സന്തോഷ് മേനോനും നവ്യയും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നും മകനായിട്ടുള്ള സായുവിൻ്റെ ഒപ്പം സായിക്കുട്ടനുമായി താരം ഇപ്പോൾ തൻ്റെ വീട്ടിലാണ് താമസമെന്നുള്ള വാർത്തകളെല്ലാം വലിയ രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. നവ്യയും സന്തോഷും വേർപിരിഞ്ഞതിന് ശേഷമാണ് നവ്യ അഭിനയത്തിലേക്കും അതുപോലെ ഡാൻസ് മേഖലയിലേക്കും തിരിച്ചെത്തിയതെന്നും സന്തോഷ് ഇതിനൊന്നും തന്നെ നവ്യയെ അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് നവ്യ 4 മുറികൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടത് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. സന്തോഷ് മേനോനുമായിട്ടുള്ള വേർപിരിയലിന് ശേഷമാണ് താരം വീണ്ടും അഭിനയത്തിലും ഡാൻസിലും സജീവമായത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചിരുന്നത്. 4 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സന്തോഷ് മേനോൻ്റെ അമ്മയായ ശാന്തകുമാരി അമ്മ അന്തരിച്ചത്. എന്നാൽ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസമെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭർതൃമാതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നവ്യ ഓടിയെത്തിയിരുന്നു. നവ്യ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നു. അങ്ങനെ ആ വിളക്കണിഞ്ഞു. തനിക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി നിന്നത്, തനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും ആ അമ്മയുടെ സ്നേഹത്തിലാണ് താൻ അതൊക്കെ മറന്നത് എന്നാണ് നവ്യ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. മക്കളെ എന്നുള്ള ആ വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇനി ആ വിളി വിളിക്കാൻ ആരുമില്ലല്ലോ എന്നാണ് നവ്യ പറയുന്നത്. കാരണം നവ്യയ്ക്ക് ആ അമ്മയോട് ഒരുപാട് സ്നേഹമായിരുന്നു. ആ അമ്മയ്ക്ക് അതുപോലെ നവ്യ മരുമകളായിരുന്നില്ല, മകളെ പോലെ തന്നെയായിരുന്നു ശാന്തകുമാരി അമ്മ നവ്യ നായരെ കണ്ടിരുന്നതും. നവ്യയുടെ ഡാൻസും അതുപോലെ നന്ദനം സിനിമയിലെ അഭിനയവും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാണ് തൻ്റെ മകനെ വിവാഹം ആലോചിച്ചത്. അങ്ങനെയാണ് മരുമകളായി നവ്യയെ ശാന്തകുമാരി അമ്മ കൂടെ കുട്ടിയുടെ വേർപാട് സന്തോഷ് മേനോൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത്രയും വലിയൊരു നഷ്ടം തന്നെയാണ് സന്തോഷിന്. ഇപ്പോൾ നവ്യയും സായിക്കുട്ടനും ആരും തന്നെ സന്തോഷിനോടൊപ്പമില്ല. അതുകൊണ്ട് തന്നെ അമ്മയും കൂടി ഇല്ലാതായിരിക്കുമ്പോൾ വലിയൊരു ഒറ്റപ്പെടൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അമ്മയുടെ മരണത്തിൽ തകർന്നിരിക്കുന്ന സന്തോഷ് മേനോനെ ആശ്വസിപ്പിക്കാൻ മകനായിട്ടുള്ള സായിയും അതുപോലെ നവ്യയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്കും അതുപോലെ സഞ്ചയനത്തിനും എല്ലാം തന്നെ നവ്യയും സായിക്കുട്ടനും എത്തിയിരുന്നു. സായിക്കുട്ടനാണ് അച്ചമ്മയ്ക്ക് വേണ്ട ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നവ്യ ഇനി ആ വീട്ടിൽ തന്നെ തുടരുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. അമ്മയുടെ മരണശേഷം ഒറ്റയ്ക്കായി പോയ സന്തോഷ് മേനോനും അതുപോലെ നവ്യയും സായിക്കുട്ടനും ചേർന്ന് നിങ്ങൾ വീണ്ടും പുതിയൊരു ജീവിതം ആരംഭിക്കൂ, അങ്ങനെയാണെങ്കിൽ സായിക്ക് അച്ഛനെയും അമ്മയും കിട്ടുമല്ലോ എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് കമൻസുകളും ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ഒരു ദുഃഖം വന്നപ്പോൾ ആശ്വസിപ്പിക്കാനായി നവ്യയും മകനും എല്ലാം തന്നെ സന്തോഷിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെയും ഒപ്പം തന്നെയുണ്ട്. ഇനി അങ്ങോട്ടും തുടർന്നും ഇരുവരും ഒരുമിച്ച് വേണം എന്നാണ് പലരും കമൻസുകളിലൂടെ അറിയിക്കുന്നത്.